കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ ചുരിദാർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ വീഡിയോയ്ക്ക് നമ്മളിനി ഓരോ ചുരിദാർ ചെയ്തെടുക്കും. ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയലാണ്. ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ബാക്ക് നെക്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഫ്രണ്ട് നെക്കിന് മാർക്ക് ചെയ്ത വൈഡ് തന്നെ ഞാനിപ്പോൾ ബാക്ക് നെക്കിന് അതേ കണക്കിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈഡ് 3.5 ഇഞ്ച്. കുറച്ചൊന്ന് താഴ്ത്തി ഇവിടെ ഞാനൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെങ്ത് 4 ഇഞ്ചാണ്. നമുക്ക് ഈ ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ട് 4 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് സ്ക്വയർ ആക്കി റൗണ്ട് നെക്കാണ് ബാക്ക് കൊടുക്കുന്നത്. ചെറിയ ഒരു കർവ് കൊടുക്കണം. ഇതാ ഈ കോണിൽ ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി വയ്ക്കുവാണേ. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ട്രേസിങ് വീൽ യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ ഇതുപോലെ ബാക്ക് സൈഡിൽ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ട്രേസിങ് വീൽ ഇല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. സെയിം റൗണ്ട് തന്നെ ബാക്കിൽ വരാനാണ്. കാരണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. ഈ സൈഡിൽ ഇതേ കണക്കിനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബാക്ക് നെക്കിൻ്റെ അളവ് ക്ലിയർ ആയിട്ട് കിട്ടും. ഒന്ന് നിവർത്തി നോക്കുമ്പോൾ നമുക്കത് അറിയാം. ഇതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്നുള്ളൂ. കണ്ടോ, ബാക്ക് നെക്ക് ഇതുപോലെ കിട്ടും. ഇനി സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. നമ്മൾ ചുരിദാർ കട്ട് ചെയ്തപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് ബാലൻസ് വന്ന് അതിൽ നിന്നാണ് ഞാനിപ്പോൾ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊന്ന് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എത്രയാണോ സ്ലീവ് ലെങ്ത് വേണ്ടത് ആ കണക്കിന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിന് നമുക്ക് കറക്റ്റായിട്ട് ഇക്വേഷനൊക്കെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്ന സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ സ്ലീവും അതുപോലെ തന്നെ നമുക്ക് എൽബോ സ്ലീവും ചെറിയ സ്ലീവും ഒക്കെ വെച്ചിട്ട് സ്ലീവ് മാത്രമായിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് സ്ലീവ് കാണിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇനി ഈ ആം റൗണ്ട് നമ്മളിപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആം റൗണ്ട് ബേസിലാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഷോൾഡറിന്, അത് മാറ്റി റൗണ്ട് ചെയ്ത് നമുക്ക് എത്ര ഇഞ്ച് ഉണ്ട് എന്ന് ഫസ്റ്റ് ഒന്ന് അളന്നെടുക്കണം. 8.5 ഇഞ്ചാണ് എനിക്കിപ്പോൾ ഇവിടെ ആം റൗണ്ട് കിട്ടിയത്. 1 ഇഞ്ച് കുറച്ച് നമുക്ക് ഇതിൽ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ലീവ് ലെങ്ത് ഞാനിവിടെ 6.5 ഇഞ്ചാണ് കൊടുത്തത് കേട്ടോ. 5 ഇഞ്ചാണ് ലെങ്ത്. 1 ഇഞ്ച് നമുക്ക് സ്ലീവ് ലെങ്ത് മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാനും. ഇനി കോമൺ എല്ലാവരും ചെയ്യുന്ന പോലെയാണ് ഞാനിപ്പോൾ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു 3 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്ലീവ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ സ്ലീവിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഉടനെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിന് നമുക്ക് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് മുന്നേ ഇതാ ഈ പോയിന്റിൽ നിന്ന് മേളിൽ ഒന്ന് ചരിച്ച് ഒരു ലൈൻ കൊടുക്കണം. ഇതാ ഇവിടെ ഇതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യണം. അതിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്യണം. എത്രയാണോ നമുക്ക് ടോട്ടൽ ലെങ്ത് ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അതുവരെ നമുക്ക് കിട്ടുന്നു. അതിൻ്റെ ഹാഫ് പോർഷനിൽ കറക്റ്റായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതൊന്ന് വളച്ചു കൊടുക്കാനാണ് കേട്ടോ. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ചു കൊടുക്കണം. ഇനി ഈ മേളിൽ നിന്ന് ഈ പകുതി മാർക്ക് ചെയ്തല്ലോ അതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടൊരു 1/2 ഇഞ്ച് ഇപ്പുറത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് വളച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് 1 ഇഞ്ച് താഴ്ത്തി നമുക്ക് വളച്ചു കൊടുത്താൽ മതി. ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്തല്ലോ അവിടെ നിന്ന് 1 ഇഞ്ച് താഴ്ത്തി ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വിട്ടാൽ മതി. കണ്ടോ, 1/2 ഇഞ്ച് വളച്ചതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി താഴോട്ടും ഇതുപോലെ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് ഇതുവരെ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ നിന്ന് മുകളിലോട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്ത് വിടുവാണേ. കാരണം ഇവിടെ നിന്ന് 1 ഇഞ്ച് നമുക്ക് സീം അലൗൺസിൻ്റെ നമുക്ക് ഈ ചുരിദാർ കട്ട് ചെയ്തല്ലോ ആം ഹോൾ റൗണ്ട് അവിടെയായിട്ട് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് ഈ ഒരു പോർഷൻ നമുക്ക് വളഞ്ഞു വരാൻ പാടില്ല. കണ്ടോ, ഈ ഇവിടെ നിന്ന് റൗണ്ട് ഇങ്ങനെ വന്ന് ലാസ്റ്റ് 1 ഇഞ്ച് വരുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ചേർന്ന് തന്നെ വരണം. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ തന്നെ വരണം. മേളിലോട്ടൊന്നും മാറി നിൽക്കാൻ പാടില്ല. വളഞ്ഞ് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുത്ത് ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ഈ ഷേപ്പിന് കട്ട് ചെയ്ത് മാറ്റാം.
ചെറിയ സ്ലീവും അതുപോലെ എൽബോ സ്ലീവ്, ഫുൾ സ്ലീവ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ അളവിലാണ് നമുക്ക് ഈ 3 ഇഞ്ച് കുറച്ച പോർഷനിലൊക്കെ കുറച്ച് കൊടുക്കാനുള്ളത്. അതുകൊണ്ടാണ് സ്ലീവിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ എൻഡ് പോർഷൻ ഇതുപോലെ അര ഇഞ്ച് ഒന്ന് മടക്കി കൊടുക്കണമല്ലോ. അതിന് മുന്നേ നമുക്കിതാ ഇവിടെ ഒരു ഇഞ്ച് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. സീം അലവൻസ് ആണ്. കാരണം നമുക്ക് ഈ ചുരിദാർ കട്ട് ചെയ്ത ആ ബോഡി പാർട്ടുമായിട്ട് നമുക്കൊരു സീം അലവൻസ് വേണമല്ലോ. ഇനി ഇതാ സ്ലീവ് വണ്ണം 5.5 ഇഞ്ചാണ്. ലൂസ് ഉൾപ്പെടെയാണ് 5.5 ഇഞ്ച്. 5 ഇഞ്ചാണ് സ്ലീവിൻ്റെ വണ്ണം, 1/2 ഇഞ്ച് ലൂസ്. ഇനി ഇവിടെയും സീം അലവൻസ് കൊടുക്കുന്നുണ്ട് 1 ഇഞ്ച്. കണ്ടോ? ഇനി ബോഡി പാർട്ട് കൊടുത്ത പോലെയാണ് ഇവിടെയും മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ഈ ലൂസ് ഉൾപ്പെടെ നമ്മൾ സ്ലീവിൻ്റെ വണ്ണം കൊടുത്തത് ഇതാ ഇവിടെയായിട്ടൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുത്താൽ മതി. ഇതും അതുപോലെ തന്നെ ചരിച്ചു കൊടുക്കണം, സീം അലവൻസുകൾ. കണ്ടോ? ഇനി ഈ എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിൻ്റെ ഷേപ്പ് കറക്റ്റായി. ഇനി ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് ആം ഹോൾ റൗണ്ടിൻ്റെ അവിടെ ഒന്ന് കുഴിച്ചു കൊടുക്കാനുണ്ട് 1/2 ഇഞ്ച്. ഇത് കണ്ടോ? നല്ല വശങ്ങൾ തമ്മിൽ അകത്താക്കി വെച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് 2 സ്ലീവ് കണ്ടോ, 2 സൈഡ് കിട്ടും. ഈ ഒരു സൈഡിൽ നല്ല വശങ്ങൾ അകത്തിട്ടിട്ട് ഇങ്ങനെ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് കിട്ടും. ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചരിച്ച് അതിൻ്റെ പകുതി പോർഷൻ ഇവിടെ ഒന്ന് 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് വളച്ചു കൊടുക്കുവാണ്. ഇതും ഈ സീം അലവൻസ് 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അതുവരെ മാത്രമേ നമുക്ക് മാർക്ക് ചെയ്ത് നിർത്താവുള്ളൂ. കറക്റ്റായിട്ട് ഈ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് കൊടുത്തെടുക്കണം. ഷേപ്പ് കൊടുത്ത് നമുക്ക് ഈ സ്ലീവ് റൗണ്ട് കട്ട് ചെയ്തതിൻ്റെ ഈ സെൻറ്റർ ഭാഗം വരെ മാത്രമേ കറക്റ്റ് ലെവലിൽ തന്നെയാണ് റൗണ്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇതറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻറ്റു ഇട്ട് വയ്ക്കണം കേട്ടോ. കാരണം ഫ്രണ്ട് പാർട്ടല്ലേ നമ്മൾ കുഴിച്ചു കൊടുത്തിട്ടുള്ളത്, ആ ഫ്രണ്ട് പാർട്ടാണെന്ന് അറിയാനാണ് ഈ ഒരു ഇൻറ്റു കൊടുത്തത്. ഇനി നമുക്ക് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. 9 ഇഞ്ച് വീതിയിലാണ് ഈ സ്റ്റിഫ് ഇപ്പോൾ എടുത്തേക്കുന്നത്. 9 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ നമുക്ക് 2 മടക്കി ഇടുമ്പോൾ 3.5 ഇഞ്ചാണല്ലോ നെക്കിൻ്റെ വീതി. അപ്പോഴത്തേക്ക് 3.5 ഇഞ്ച് വരുമ്പോൾ 7 ഇഞ്ച്, 2 ഇഞ്ച് 2 സൈഡിൽ ഓരോ ഇഞ്ച് വീതം കൂട്ടിയാണ് 9 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത് 7 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചാണല്ലോ, 1.5 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ ഭാഗത്തോട്ട് അടിക്കുമ്പോൾ 1/2 ഇഞ്ച് പോവും. 1 ഇഞ്ച് താഴ്ഭാഗത്ത് നമുക്ക് വേണമല്ലോ. അതിനുവേണ്ടി ലെങ്ത് ഭാഗത്ത് 1.5 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വൈഡ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് വൈഡ് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത് 5.5 ഇഞ്ച് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ കറക്റ്റ് മെഷർമെൻ്റാണ് ഈ സ്റ്റിഫിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. നെക്കിൻ്റെ ലെങ്ത് ഭാഗത്ത് 1.5 ഇഞ്ച് കൂടുതൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അത് ഇവിടെ ഈ ഷോൾഡർ ഭാഗത്തൊരു 1/2 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് 5.5 ഇഞ്ചാണ് താഴോട്ട് എന്ന് പറയുമ്പോൾ 6 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1 ഇഞ്ചിന് താഴോട്ടുണ്ട്. സൈഡിലും ഓരോ ഇഞ്ച്. നമ്മൾ 9 ഇഞ്ചാണ് കൊടുത്തത്. ഇനി ഇതിനെ ഒന്ന് സ്ക്വയർ ആക്കി കൊടുക്കാം. ഫ്രണ്ട് നെക്ക് നമ്മൾ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് സ്ക്വയർ ആക്കി ഒന്ന് വരച്ചു കൊടുക്കുവാണേ. ഇപ്പം നമുക്ക് ഈ സൈഡിൽ 1 ഇഞ്ചാണ് എക്സ്ട്രാ ഉള്ളത്. കണ്ടോ? ഈ ഷോൾഡർ ഭാഗം 1/2 ഇഞ്ച് ഒന്ന് വരച്ച് മാറ്റി വിടുവാണ്. 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് താഴോട്ട് 5.5 ഇഞ്ച്. 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ ഷോൾഡർ ഉൾപ്പെടെയാണ്. ഇനി അതിനെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി. നമുക്ക് ഫ്രണ്ട് നെക്കും ഇവിടെ കംപ്ലീറ്റ് ആയി. കണ്ടോ? ഇതാണ് നമുക്ക് സ്ക്വയർ. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങണം. ഈ ഷോൾഡർ ഭാഗത്ത് നമ്മൾ വിട്ടത് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റും. ലെങ്ത് ഭാഗത്തു നിന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെയും ഈ 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുവരെ കട്ട് ചെയ്തെടുത്ത ശേഷം താഴോട്ട് ഉണ്ടോ? ഇതിനകത്തുള്ള ഈ മാർക്ക് ചെയ്ത ഏരിയയുടെ അകത്തുള്ള പോർഷനാണ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. കണ്ടോ? കറക്റ്റായിട്ട് നമുക്കിപ്പോൾ നെക്ക് കിട്ടി. ഇങ്ങനെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട് മുകളിൽ 1/2 ഇഞ്ച് ഷോൾഡർ ഭാഗത്ത് മാറ്റി വിട്ടേക്കുന്നത്. നമ്മൾ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മറിഞ്ഞു പോകും. നെക്ക് ലൂസായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത ശേഷം
അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്റ്റിഫിനെക്കാളും വലിപ്പത്തിലൊരു സ്ക്വയർ പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിഫിൻ്റെ ഗമ്മുള്ള പോർഷൻ ഈ ക്ലോത്തിൻ്റെ നല്ല വശത്തല്ല അകവശത്താണ് വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ലെവൽ പിടിച്ചൊന്ന് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. സ്റ്റിഫിനേക്കാളും നമുക്ക് 1/2 ഇഞ്ച് മാറി നിന്നാൽ മതി. ഈ ക്ലോത്ത് 1/2 ഇഞ്ച് മാറ്റി ഇതേ കണക്കിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ 3 സൈഡും കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഷോൾഡർ ഭാഗം നമുക്ക് ആ ക്ലോത്തിന് കറക്റ്റ് ലെവലിലാണല്ലോ നമ്മൾ അയൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ 3 സൈഡും നമുക്ക് ഈ 1/2 ഇഞ്ച് മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇനി നമുക്കത് എങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് സ്റ്റിച്ച് ചെയ്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് പാർട്ട് യോജിപ്പിച്ച ശേഷം വേണമെങ്കിലും അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതാ ഈ സ്റ്റിഫിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഈ സെൻറ്റർ ഭാഗങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് നെക്കുമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും ഈ സ്റ്റിഫ് വെച്ച് ഈ പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും തമ്മിൽ കറക്റ്റ് ആയിരിക്കണം. പിൻ ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവലാക്കി സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ എല്ലാം പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ സ്റ്റിഫ് വച്ചിരിക്കുന്നതിൻ്റെ ഈ മേൽഭാഗം ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മേളിലോട്ട്. ഉണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ആ ഷോൾഡർ അല്ലേ അരേഞ്ച്, ഇത് കട്ട് ചെയ്ത് മാറും. ദാ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ വന്ന് സ്റ്റിഫിന് ജസ്റ്റ് ചേർത്തങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിഫിൻ്റെ പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ദാ ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ നീഡിൽ താഴോട്ട് ഈ കോണിലൊന്ന് താഴോട്ട് ഇറക്കി വെച്ച ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇവിടെ ഈ കോണെത്തുമ്പോൾ നീഡിൽ താഴോട്ട് ഇറക്കി തന്നെയാണ് നമുക്ക് തിരിച്ച് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഇറക്കാനുള്ളത്. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറക്കിയാൽ മതി. കണ്ടോ, ഈ ലെവലിൽ സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഇനി ത്രെഡ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനിയാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. ഇതിനകവശം ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഈ സ്റ്റിച്ചിനകവശം നിൽക്കുന്ന ക്ലോത്തിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മുന്നേ പിന്നെല്ലാം റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചിൽ പെടാതെ മാറ്റി കട്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് മാറ്റി ഈ 3 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കോണും കട്ട് ചെയ്ത് ഈ സൈഡും ഒന്ന് കണ്ടോ, ഷോൾഡർ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിഫ് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കോണുണ്ടല്ലോ, നമുക്ക് 2 കോണ് കിട്ടും. ഈ കോണിനകത്ത് ഇതുപോലെ ഒരു കട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ പെടാതെ തന്നെ ഇതും കട്ട് കൊടുക്കണം. കാരണം മടക്കി ഇടുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടാനാണ്. ജസ്റ്റ് ഒരു കുഞ്ഞു കട്ടാണ് കൊടുക്കാനുള്ള. ഇനി നമുക്കൊന്ന് ഇതിനെ ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടോ, ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ ഈ 1/2 ഇഞ്ച് ക്ലോത്ത് സ്റ്റിഫിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ച് എഡ്ജിലൂടെ ഇങ്ങനെ ഒന്ന് മടക്കി തന്നെ സ്റ്റിച്ച് ചെയ്യണം. 3 സൈഡും ഇതേ കണക്കിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതും കോണെത്തുമ്പോൾ നീഡിൽ നിന്ന് ഇറക്കി വെച്ച് തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇനി ഒന്ന് പതിച്ചടിക്കാനുണ്ട്. നമുക്ക് നെക്ക് ഈ തയ്യൽ തുമ്പിൻ്റെ പുറത്തൂടെ ഒന്ന് മറിച്ച് വയ്ക്കണം. ഇങ്ങനെ മറിച്ച് വെച്ച് ഈ തയ്യൽ തുമ്പും ചേർത്ത് കണ്ടോ, ഈ സ്റ്റിഫിൻ്റെ പുറത്തൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇങ്ങനെ തയ്യൽ തുമ്പ് കണ്ടോ, അതിൻ്റെ പുറത്ത് ഒന്നിങ്ങനെ ഒന്ന് മറിച്ച് വെച്ച് ഇതിൻ്റെ പുറത്തൂടെയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ മറിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഫ്രണ്ട് പാർട്ടിലോട്ട് വരാൻ പാടില്ല. ഈ സ്റ്റിഫ് വെച്ച പാർട്ടിലോട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതും ഓരോ കോണത്തുമ്പോൾ നീഡിലിറക്കി നമുക്ക് തിരിച്ചെടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ഒന്ന് പതിച്ചുകൂടെ അടിച്ചെടുക്കുമ്പോൾ നെക്ക് മറിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് നെക്ക് കിട്ടും. 3 സൈഡും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് നോക്കാം. നെക്കൊന്ന് തിരിച്ചിടുമ്പോൾ
ഈസി ആയിട്ട് തന്നെ തിരിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, നമ്മൾ സ്ക്വയർ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. നല്ലപോലെ തന്നെ നമുക്ക് ഈ നെക്ക് ഇവിടെ കിട്ടി. കണ്ടു. ഇനി നമുക്ക് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക് നെക്ക് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ദാ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ നെക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. ദാ ഇങ്ങനെ ഒന്ന് സ്ക്വയർ പീസ് ഫസ്റ്റ് എടുത്ത പോലെ തന്നെയാണ് ഒരു സ്ക്വയർ പീസ്. നമ്മളെ നെക്കിനേക്കാളും 1 ഇഞ്ച് വീതിയും 1 ഇഞ്ച് തന്നെ നീളവും കൂടുതൽ കൊടുക്കണം നമുക്ക്. ഈ കട്ട് ചെയ്തെടുത്ത സ്ക്വയർ പീസും നമ്മുടെ ബാക്ക് ബോഡി പാർട്ട് കണ്ടോ, നല്ല വശങ്ങൾ അകത്താക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇതും ആദ്യം ചെയ്ത പോലെ ഈ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് മടക്കി നമുക്കൊന്ന് കർവ്, ഞാനൊന്ന് റൗണ്ട് കൊടുക്കുകയാണ്. കാരണം ബാക്ക് നെക്ക് നമുക്ക് റൗണ്ട് ആണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിലൂടെ 1/2 ഇഞ്ച് മാറ്റി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റിഫ് വെച്ച് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത പോലെ ഇതിപ്പോൾ ഈ ക്ലോത്ത് മാത്രം ഒന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മടക്കി എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഞാനിപ്പോൾ എഡ്ജെല്ലാം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി നമുക്കൊരു നോച്ച് ഇട്ട് കൊടുക്കണം. ഈ ബോഡി പാർട്ടും കറക്റ്റ് സെൻറ്റർ ഭാഗത്തൊരു നോച്ച് കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സ്ക്വയർ പീസും. കാരണം കറക്റ്റ് സെൻറ്റർ ഭാഗങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇതാ രണ്ടും ഞാനിപ്പോൾ സെൻറ്റർ ഭാഗത്ത് ഒന്ന് കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പിൻ ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് ഫുള്ള് പിൻ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഈ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ നെക്ക് റൗണ്ടായിട്ട്, ഈ റൗണ്ടിൻ്റെ പുറത്ത് ഇതേ കണക്കിന് വളച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പതിയെ സ്റ്റിച്ച് ചെയ്താൽ മതി. വളഞ്ഞ് വരുമ്പോൾ പതിയെ ഒന്ന് ഇതുപോലെ ഫുട്ടൊന്ന് ഉയർത്തി തന്നെ വളച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ പതിയെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. പതിയെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഫുട്ടൊന്ന് ഉയർത്തി കൊടുത്തു കഴിഞ്ഞാൽ വളച്ചെടുക്കാനായിട്ട് അറിയാത്തവർക്ക് സിമ്പിളായിട്ട് വളച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അകത്ത് നിൽക്കുന്ന ക്ലോത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് റൗണ്ട് നെക്ക് ആയത് കാരണം നമുക്ക് ഓരോ കട്ട് കൊടുക്കണം. ഫുൾ റൗണ്ട് ചെയ്ത്, പ്രത്യേകിച്ച് റൗണ്ട് ആയിട്ട് കൊടുക്കുന്ന സൈഡ് ചരിച്ചാണ് കട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് ചരിച്ച് ഫുൾ റൗണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിടുമ്പോൾ ചുളിവൊന്നും വരാതെ നീറ്റായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതിന് മുന്നേ ഇവിടെയും നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാനുണ്ട്. ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് ഇതിൻ്റെ പുറത്തുകൂടെ ആദ്യം ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫുൾ റൗണ്ട് ചെയ്തും ഒന്ന് പതിച്ചടിച്ചെടുക്കുക. കണ്ടോ, ഫുൾ ഇപ്പോൾ ഞാനിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ റൗണ്ട് നെക്ക് കിട്ടും. കണ്ടോ, പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ റൗണ്ട് നെക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. എഡ്ജിലൂടെ ഇനി മെഷീൻ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഷോൾഡർ തമ്മിൽ ഇനി ഒന്ന് ചേർത്ത് അടിച്ചെടുക്കാനുണ്ട്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ലെവൽ പിടിച്ച് ഈ ബാക്ക് പാർട്ടിൻ്റെ പുറത്ത് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് വയ്ക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് വെച്ച് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ബാക്ക് പാർട്ടിന് ഒരു 1/2 ഇഞ്ച് കുറച്ചായിരുന്നു എടുത്തു പോയത് കേട്ടോ. നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തല്ലോ അകവശത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ വന്നത്. കണ്ടോ, ഫ്രണ്ട് പാർട്ട് നമ്മൾ കൂടുതൽ എടുത്തിരുന്നു, ബാക്ക് പാർട്ടിന് 1 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ എടുക്കുമ്പോൾ ഈ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടും വേരിയേഷൻ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ഷോൾഡറുകൾ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരേ ലെവലിൽ ഇങ്ങനെ കിട്ടണം. കണ്ടോ, നമുക്ക് കണ്ടോ ബാക്ക് നെക്ക് റൗണ്ട്, ഫ്രണ്ട് നെക്ക് സ്ക്വയർ, അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടി. ഇനി സ്ലീവ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. സ്ലീവ് സെറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ കറക്റ്റ് ആം ഹോൾ റൗണ്ട് തന്നെയാണ് ഈ ഇൻഡ് കൊടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ കുഴിച്ച് കൊടുത്ത ഭാഗമാണ് അത് കറക്റ്റായിട്ട് തന്നെ വരണം. ഇനി ഈ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തൊന്ന് 1/2 ഇഞ്ച് വെച്ചൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സ്ലീവ് ഇതേ കണക്കിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
രണ്ട് സ്ലീവ് ഇതുപോലെ മടക്കി അടിച്ച ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെ ഒരു കട്ട് കൊടുക്കണം. കുഞ്ഞ് കട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഈ ഷോൾഡർ ഭാഗമായിട്ട് കറക്റ്റ് ലെവൽ പിടിച്ച് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഈ ഷോൾഡർ ഭാഗത്താണ് ഈ കട്ട് വരുന്ന ഭാഗം കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. കണ്ടത് ഇങ്ങനെ വെച്ച് റൗണ്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ആംഹോൾ കുഴിച്ചു കൊടുത്ത പോർഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ ലെവൽ പിടിച്ചതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. രണ്ട് സ്ലീവ് നമുക്ക് ഇതുപോലെ സ്ലീവുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതേ കണക്കിന് തന്നെ ഒരേ ലെവലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് ഇതുപോലെ എടുത്താൽ മതി. രണ്ട് സ്ലീവ് യോജിപ്പിച്ച് എടുത്തിട്ട് നമുക്ക് ബോഡി പാർട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ രണ്ട് സൈഡും ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്ത് ഈ സ്ലീവ് വണ്ണത്തിൻ്റെ കണക്കിന് താഴോട്ട് ഈ ബോഡിയിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം. കണ്ടോ, ഈ എങ്ങനെയാണോ നമ്മൾ ബോഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ ലെവലിൽ കണ്ടോ, അതേ ഷേപ്പിന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്ന സ്ലിറ്റ് വരുന്നവരെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാനുള്ളത്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് കണ്ടോ, സ്ലിറ്റ് വരുന്ന ഈ പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒന്ന് ലോക്ക് ഇട്ടെടുത്താൽ മതി. കണ്ടില്ലേ, നമുക്ക് സ്ലീവൊക്കെ ഇതുപോലെ കിട്ടും. സൈഡെല്ലാം കറക്റ്റ് ലെവലായിട്ട് ഇതുപോലെ കിട്ടും. കണ്ടോ, ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമല്ലോ. ഇപ്പോൾ ഇത് സ്ട്രെയിറ്റ് കട്ട് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും. 1 ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് വിട്ടത്. അര ഇഞ്ച് വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഈ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത പോയിന്റിൽ നിന്ന് ലെങ്ത് പോർഷൻ ഇതുവരെ ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേ കണക്കിന് ഇവിടെയും ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇപ്പുറത്തെ സൈഡ് ഇതിപ്പോൾ ഒരു സൈഡ് പിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത സൈഡ് കണ്ടോ, ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെയും അതുപോലെ തന്നെ 1/2 ഇഞ്ച് വെച്ചൊന്ന് മടക്കി 1 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് വെച്ച് മടക്കുന്നത്. ഇതുപോലെ ഒന്ന് മടക്കി ഇവിടെയും പിൻ ചെയ്ത് കൊടുക്കണം. ഒരേ ലെവലായിരിക്കണം. അതിനാണ് ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് നമ്മൾ ഇനി ഈ സ്റ്റാർട്ടിങ്ങിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ പിന്നിരിക്കുന്ന ഏരിയ എത്തുമ്പോൾ പിന്നൊന്ന് മാറ്റി കറക്റ്റ് ലെവലിൽ ഇതുപോലെ ഒരു കൈ വെച്ചൊന്ന് സപ്പോർട്ട് കൊടുക്കണം. ഈ സ്ലിറ്റ് കൊടുത്തേക്കുന്ന ഏരിയയുടെ തൊട്ട് 1/2 ഇഞ്ച് മേളിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നീഡിൽ ഇറക്കി വെച്ച ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ച് കണ്ടത് ഇതുപോലെ തിരിച്ച് ഇനി ഈ സൈഡാണ് നമ്മൾ ഫസ്റ്റ് പിന്നോടുത്ത് വെച്ചത്. ആ പിന്നോടുത്ത് വെച്ചിരിക്കുന്ന അതേ ലെവൽ മേളിലോട്ടൊന്ന് പിടിച്ചാൽ മതി. ജസ്റ്റ് 1/2 ഇഞ്ച് വെച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ, പെട്ടെന്ന് നമുക്ക് ഈ ലെവൽ കിട്ടും. കണ്ടില്ലേ, ഇനി നമുക്ക് ഫുട്ട് താഴ്ത്തി ഇപ്പുറത്തെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരണം. ഈ സൈഡിലോട്ട് ഇവിടെ ഇതുപോലെ തന്നെ നീഡിൽ താഴോട്ട് ഇറക്കി ഇതുപോലെ ഒന്ന് തിരിച്ചു വെച്ച ശേഷമാണ് നമുക്കിനി താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറക്കാനുള്ളത്. കണ്ടോ, ലെവൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. പിന്നൊന്ന് റിമൂവ് ചെയ്ത് മാറ്റിയ ശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ. രണ്ട് സൈഡും നമുക്ക് സ്ലിറ്റ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ലെങ്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനേ ഉള്ളൂ. ലെങ്ത് ഭാഗവും നമുക്ക് 1 ഇഞ്ചാണല്ലോ കുറയ്ക്കാനുള്ളത്. നമുക്ക് സ്ലിറ്റ് കണ്ടോ നല്ലതായിട്ട് ഇതുപോലെ തന്നെ കിട്ടി. ഇനി ലെങ്ത് ഭാഗം 1/2 ഇഞ്ച് വെച്ച് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. ഇത് നമുക്ക് സിമ്പിളായിട്ട് ലൈനിങ് ഒന്നും ഇല്ലാതെ തയ്ക്കുന്ന ചുരിദാറാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത തവണ ലൈനിങ് ഒക്കെ ഉള്ള ചുരിദാർ വെച്ചിട്ട് ഓരോ മോഡലുകളായിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ വീഡിയോ സെപ്പറേറ്റും ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചുരിദാറുകളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ക്ലിയറായിട്ട് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമുക്കിനി സ്ലീവ് ഓരോ കാര്യങ്ങളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചുരിദാറെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതൊരു സിമ്പിൾ ലൈനിങ് ഒന്നും ഇല്ലാത്തൊരു ചുരിദാറാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നെക്കും ബോഡിയും എല്ലാം ഇതേ കണക്കിന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണം. ഓരോ ചുരിദാറുകളിൽ നമ്മൾ ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചുരിദാറുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.